ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. അതിഥി പരിചയപ്പെടുത്തലുകൾക്ക് അതീതനാണ്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് ഒരു ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഐ ടി സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നൗഫലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം, കലോത്സവ വേദിയിൽ എത്രത്തോളം പ്രസക്തമാണ് ഐ.ടി. ഇത് ഏത് തരത്തിലാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മത്സരത്തിന്റെ നടത്തിപ്പിനും ഉപയോഗപ്രദമാകുന്നതെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയും. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. കലോത്സവവും ആ രീതിയിൽ ആ ഡിജിറ്റൽ സാധ്യതകളെ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയാണ്. ഐ.ടി. സ്കൂൾ എത്രത്തോളം ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആണ്? എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നിങ്ങളിപ്പോൾ ഈ കലോത്സവത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്? തീർച്ചയായും 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഐ.ടി. സ്കൂൾ ഒരു പ്രധാന റോൾ വഹിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ എല്ലാ പ്രയോജനവും വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സന്തോഷകരം എന്ന് പറയട്ടെ, നമുക്ക് മത്സരം കഴിഞ്ഞ ഉടനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ടുകളെല്ലാം കൊടുക്കാൻ സാധിക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. സാധാരണഗതിയിൽ കലോത്സവത്തിൽ എപ്പോഴും പരാതി വരുന്നതും ഏറ്റവും ബഹളം ഉണ്ടാവുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ മത്സര ഫലങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണ്. മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന അവസ്ഥ മുമ്പ് ഉണ്ടായിരുന്നു റിസൾട്ട് വരാൻ. പക്ഷേ ഇപ്പം പൂർണ്ണമായും ഈ വെന്യൂസ് എല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് വളരെ വേഗത്തിൽ റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം വളരെ ആവേശത്തിലാണ്. കാരണം പണ്ടൊക്കെ മത്സരം കഴിയുന്ന വിദ്യാർത്ഥികൾ ഓരോരോ ആളുകൾ കഴിയുന്നതനുസരിച്ച് അവർ വേദി വിടുന്ന ഒരു സാഹചര്യം. ഇന്ന് എല്ലാ മത്സരങ്ങളും കഴിഞ്ഞാൽ റിസൾട്ട് വരും എന്ന ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് വേദിയുടെ ഗ്രീൻ റൂമും സജീവമാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. എന്തൊക്കെ ടൂൾസാണ് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്? പ്രത്യേകമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കേട്ടു. സമൂഹനം എന്ന പേരിൽ ഒരു പ്രത്യേകം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്. എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട മത്സരങ്ങളുമായി ബന്ധപ്പെട്ട റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന റിസൾട്ട് ഏറ്റവും ആദ്യം വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലാണ് എന്നതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹനം എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. മറ്റെന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് പിന്നീട് ഒരിക്കൽ കാണാനുള്ള ഒരു സൗകര്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചാനൽ സ്റ്റുഡിയോകളൊക്കെ വന്ന ശേഷം വീണ്ടും ഇതിലേക്ക് വരാനും പിന്നെ ഇതിന്റെ ലിങ്കുകൾ ഈ കലോത്സവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ മുഹാജിന് സൂചിപ്പിച്ച കാര്യം. കാരണം നമുക്കിപ്പോൾ പ്രധാന വേദിയായ ചിലങ്കയ്ക്ക് അരികിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഒരു പെർഫോമൻസ് കഴിഞ്ഞ 2 ദിവസവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യം. പെർഫോമൻസ് കഴിഞ്ഞ് കലാകാരൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ ഇറങ്ങി കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പെർഫോമൻസ് അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുതിയ ഒരു സംവിധാനമാണ് ഡിലേഡ് ടെലികാസ്റ്റിംഗ് എന്നത്. കലോത്സവങ്ങളിൽ പലപ്പോഴും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പെർഫോമൻസ് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഗ്രീൻ റൂമിനോട് ചേർന്ന് ഒരു ഡിലേഡ് ടെലികാസ്റ്റ് സ്ക്രീൻ എന്നൊരു സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായും പറയുകയാണെങ്കിൽ 10 മിനിറ്റ് ഗ്യാപ്പിലാണ് ആ ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ കുട്ടിയും പെർഫോമൻസ് കഴിഞ്ഞാൽ നേരെ സ്റ്റേജിൽ നിന്ന് ഗ്രീൻ റൂമിലേക്ക് ഇറങ്ങി വരുന്നത് ഈ ഡിലേ ടെലികാസ്റ്റ് സ്ക്രീനിലാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് അവരുടെ ആ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് കാണാനും വിലയിരുത്താനും ഒക്കെയുള്ള ഒരു അവസരം, അതൊരു വലിയ നേട്ടമായി തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കലോത്സവ വാർത്തകളിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ ഐ.ടി. സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി കെ.പി. നൗഫലും നമ്മളോടൊപ്പം ഉണ്ടാകും. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ഒരിക്കൽ കൂടി ഐ.ടി. സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.പി. നൗഫലിലേക്ക് ചോദ്യം മറ്റൊന്നുമല്ല. കലോത്സവത്തിന് എത്തുന്ന കുട്ടികൾ കലോത്സവത്തിന് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ മത്സരഫലം കിട്ടി പുറത്തു വരുന്നത് വരെ അവർ ഐ.ടി. സ്കൂളിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്?
തീർച്ചയായും ITIT സ്കൂളിൻ്റെ സോഫ്റ്റ്വെയറിലാണ് വിദ്യാർത്ഥികൾ ജില്ലാ തലത്തിൽ മത്സരം മുതൽ അവരുടെ രജിസ്ട്രേഷൻ എല്ലാം ആരംഭിക്കുന്നത്. ഇവിടെ വെച്ച് രജിസ്ട്രേഷൻ ഇല്ല. എല്ലാ വിദ്യാർത്ഥികളുടെയും രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജില്ലാ തല മത്സരങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് ഇവിടെ എത്തി ഇവിടെയുള്ള അവരുടെ മത്സരങ്ങൾ, അവരുടെ ക്രമം, അവരുടെ ക്ലസ്റ്റർ തുടങ്ങി എല്ലാം സോഫ്റ്റ്വെയറിലാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ആളുകളുമായി സഹകരിച്ച് പ്രോഗ്രാം കമ്മിറ്റിയിലെ ആളുകൾക്ക് വേണ്ടി ITIT സ്കൂളാണ് ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടാതെ അത് മുതൽ അവരുടെ റിസൾട്ട് എൻട്രി മുതൽ അവരുടെ മറ്റ് എല്ലാ പോയിൻറ്സും, സ്കൂളിൻ്റെ പോയിൻ്റ് ആയാലും ഡിസ്ട്രിക്റ്റിൻ്റെ പോയിൻ്റ് ആയാലും എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലാണ് ഇത് പുറം ലോകത്തിന് ലഭ്യമാകുന്നത്. എന്തായാലും ഇതൊരു വലിയ ഉദ്യമം തന്നെയാണ്. അത് ഇത്രയും ലഘൂകരിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ITIT സ്കൂളിന്റെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളിൽ ഒന്നാണ് അത്. തീർച്ചയായും വളരെയധികം നന്ദി വേണ്ടി വന്ന് പറഞ്ഞതിനും. അതുപോലെ ഇനിയുള്ള തുടർ ദിവസങ്ങളിലും ITIT സ്കൂളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും സേവനങ്ങളും യഥാർത്ഥ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. തീർച്ചയായും ITIT സ്കൂളിൻ്റെ ഈ ഒരു സേവനം തുടർന്നുള്ള ദിവസങ്ങളിലും ലഭ്യമാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം.